ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ പ്രാർത്ഥിച്ച് ആമേൻ പറയുന്നതിന് മുൻപ് ദൈവം ഉത്തരം തരും. ഗോഡ് ഈസ് എ ഗോഡ് ഹു ആൻസേഴ്സ് ബിഫോർ വി ആസ്ക്. ചോദിക്കുന്നതിന് മുമ്പ്, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഉത്തരം നൽകുന്നവനാണ് ദൈവം. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസത്തിൽ ദൈവത്താൽ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ പ്രാപിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും റെഡിയായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേയുടെ ഡയറിയുമായിട്ട് ഇന്നത്തെ വചനം കേൾക്കാനും പഠിക്കുവാനുമായിട്ടാണ് നിങ്ങളായിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിൻ്റെ ഡയറി ഒരു പക്ഷേ ആമസോണിലൊക്കെ അത് സോൾഡ് ഔട്ടായി പോയിട്ടുണ്ട്. രണ്ട് പ്രാവശ്യമൊക്കെ അത് അടിച്ചെങ്കിലും വീണ്ടും പ്രിൻ്റ് ചെയ്തെങ്കിൽ പോലും അത് എല്ലാവരിലും എത്തിക്കാനായിട്ട് സാധിച്ചില്ല. എനിവേ, നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയില്ലെങ്കിലും സാരിൽ ഏതെങ്കിലും നോട്ട്ബുക്കിലാണെങ്കിലും ദയവായി ഇന്നത്തെ സന്ദേശങ്ങൾ എഴുതിയെടുക്കുക. തുടർന്ന് ഈ ആഴ്ചയിൽ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങുകളാണ് നടക്കാൻ പോകുന്നത്. ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേയുടെ 32ാമത്തെ വാർഷികമാണ് നടക്കാൻ പോകുന്നത്. ആനിവേഴ്സറിയാണ് നടക്കാൻ പോകുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരെയും കൊച്ചിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ അടുത്ത ആഴ്ചയിൽ 2 പ്രധാനപ്പെട്ട കാര്യം നടക്കുന്നു. 14-ാം തീയതി നമുക്ക്, അതായത് ശനിയാഴ്ച, നമുക്ക് ആറ്റിങ്ങലിൽ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ പിറ്റേ ദിവസം സൺഡേ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കുമായിട്ട്, പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കുമായിട്ടുള്ള സ്പെഷ്യൽ ഒരു പ്രെയർ കൂടെ നടക്കുകയാണ്. എല്ലാവരെയും അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് ജെസ്സി ജോണാണ്. താങ്ക് യു സിസ്റ്റർ. ജെസ്സിയുടെ കണ്ണിൻ്റെ വേദനയും നീർക്കെട്ടും മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുവാൻ, മക്കൾക്ക് ജോലി ലഭിക്കുവാൻ, മകൻ്റെ വിവാഹം നടക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളും വാതിലുകളും അങ്ങ് തുറന്ന് അനുഗ്രഹിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഫെബ്രുവരി 3 ചൊവ്വാഴ്ചയിലെ പേജിലേക്ക് പോവുക. നിങ്ങളുടെ ഡിവോഷണൽ ഡയറിയിൽ അതിൽ ഇന്ന് ഭയങ്കര സംഭവമാണല്ലോ. ഫോക്കസ് വേർഡ് ഈസ് ആൻസേർഡ് പ്രെയർ. ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ ഉത്തരം ലഭിച്ച പ്രാർത്ഥനകൾ. വാവ്, കേട്ടിട്ട് തന്നെ ആവശ്യം തോന്നുന്നില്ലേ? ഏഷ്യാവിൻ്റെ പുസ്തകം 65:24, ഐസയ 65:24, ബിഫോർ ദേ കോൾ ഐ വിൽ ആൻസർ, while they are still speaking I will hear. വാഹ്! എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് മുമ്പ് ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കും. അവർ വെറുതെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. എൻ്റെ കറക്റ്റുള്ള എൻ്റെ ഒരു പരിഭാഷ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഡെക്ലറേഷൻ നോക്കുക. ഹെവൻ ഈസ് റെസ്പോണ്ടിങ് ടു മൈ പ്രേയേഴ്സ് ടുഡേ. സ്വർഗം എൻ്റെ പ്രാർത്ഥനകൾക്ക് ഇന്ന് മറുപടി നൽകുന്നു. അല്ലെങ്കിൽ സ്വർഗം എൻ്റെ പ്രാർത്ഥനകളോട് ഇന്ന് പ്രതികരിക്കുന്നു. ഡിവൈൻ ആൻസേഴ്സ് മാനിഫെസ്റ്റ് സ്പീഡ്ലി. ദൈവികമായ മറുപടി വളരെ വേഗത്തിൽ വെളിപ്പെടും. ബൈബിൾ റീഡിംഗ് പ്ലാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ അത് വായിച്ച് ടിക്ക് ചെയ്യണേ. ഞാനൊരു ഗ്യാരണ്ടി തരാൻ പോവുക. വാറണ്ടിയല്ല, ഗ്യാരണ്ടി. ഈ 365 ദിവസവും ഈ ഡയറി അനുസരിച്ച് ഇത്രയും വചനം എന്ന് പറഞ്ഞാൽ ഫുൾ ബൈബിൾ വായിക്കുകയും ഇത്രയും വചനങ്ങൾ നിങ്ങളുടെ അകത്ത് ചെല്ലുകയും ചെയ്താൽ, ഓ മൈ ഗോഡ്, ഈ വരുന്ന ഡിസംബർ 31 നിങ്ങളുടെ ആത്മമനുഷ്യൻ, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ജീവിതം സകലവും മാറിയിരിക്കും. അത് ഗ്യാരണ്ടീഡാണ്. എന്താണ് ഗ്യാരണ്ടി എന്നും കൂടി പറയാം. ഗ്യാരണ്ടി ഇത്രയേ ഉള്ളൂ. മത്തായി 24:35 ആകാശം ഭൂമി മാറിയാൽ എൻ്റെ വചനങ്ങൾ ഒരിക്കലും മാറുകയില്ല. 1 യോഹന്നാനിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, പുല്ലുവാടും പൂവ് ഉതിർന്നു പോകും, എന്നാൽ എൻ്റെ വചനം അനുഷ്ഠിക്കുന്നവനോ എന്നേക്കും നിലനിൽക്കും. പിന്നെ വചനത്തിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമാണ്. ഇതൊക്കെ ഉണ്ടാക്കിയതാണ് വചനം, അല്ലേ? ആ വചനമാണ് അകത്തേക്കില്ല. ഇനി എൻ്റെ കാര്യം ഞാൻ പറയാം. എൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഞാനൊരു ഇടയ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പാസ്റ്ററൽ മിനിസ്റ്റർ ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ എൻ്റെ ജോലി
ആടുകളെ തീറ്റുക എന്നുള്ളത്. എല്ലാ ദിവസവും ആടുകൾക്ക് തീറ്റ കൊടുക്കണം. അതാണ് എൻ്റെ ജോലി. അത് ഞാൻ മാക്സിമം നന്നായി ചെയ്യാൻ ശ്രമിക്കുന്നു. ഒരു ഭാഗത്തുണ്ട്, തക്ക സമയത്ത് ആഹാരവീതം നൽകേണ്ടതിന് ഒരാൾ ഒരു ദാസനെ ആക്കി വെച്ചിട്ട് പോയി. ഈ പുള്ളി ഭക്ഷണം കൊടുക്കുക മാത്രമല്ല, എല്ലാവരും ഉപദ്രവിച്ച, ഒരുത്തനെ അടിച്ച, കാരണം ആളിവിടെ ഇല്ല, യജമാനൻ ബോസ് സ്ഥലത്തില്ലല്ലോ. അതുപോലെ ആകാതിരിക്കാനുള്ളൊരു ശ്രമമാണ്. കൃത്യമായ എല്ലാവർക്കും ആഹാരവീതം കൊടുക്കാനാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഈ വർഷം ചെയ്യുന്നത്. എനിവേ, നമുക്ക് എല്ലാവരും പറഞ്ഞ ആൻസേർഡ് പ്രെയർ, ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനകൾ, മറുപടിയുള്ള പ്രാർത്ഥനകൾ, മറുപടി ലഭിക്കുന്ന പ്രാർത്ഥനകൾ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. ഫേസ്ബുക്ക്, അതുപോലെ യൂട്യൂബിൽ കാണുന്നവർ, ഏതെങ്കിലുമൊക്കെ പ്ലാറ്റ്ഫോമിൽ കാണുന്നവർ അത് പറയുക, എഴുതുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്ത് വയ്ക്കുക. എത്ര പ്രാവശ്യം പറയാമോ അതുപോലെ പറയുക. ഈ കൺഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ആവർത്തിച്ച് ഇത് പറയുമ്പോൾ അത് കാണും. ആൻസേർഡ് പ്രെയർ ഉണ്ടായിരിക്കും. ചോദ്യം: നിങ്ങൾ ഇതുവരെ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ എണ്ണം എത്ര? എന്തെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്? 100 1000 1,00,000 1 കോടിയാണ്? അടുത്തത്, അതിലെത്ര ശതമാനം അല്ലെങ്കിൽ എത്ര എണ്ണത്തിന് ഉത്തരം കിട്ടിയിട്ടുണ്ട്? ബാക്കിയുള്ളതിനും കൂടി ഉത്തരം ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന വിഷയങ്ങൾക്ക് എല്ലാറ്റിനും ഉത്തരം ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന്? വിശ്വസിക്കുമെന്ന് പറഞ്ഞാലും ഉള്ളിൽ അവിശ്വാസമായിരിക്കും. എനിക്ക് തോന്നുന്നില്ല, കാരണം അങ്ങനത്തെയൊക്കെയാണ് പ്രാർത്ഥിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ പ്രാർത്ഥനകൾക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ദൈവഹിത പ്രകാരമുള്ള എല്ലാ പ്രാർത്ഥനകൾക്കും 100% മറുപടി ഉണ്ടെന്ന് ബൈബിൾ തന്നെ നമുക്ക് ഗ്യാരണ്ടി തന്നിട്ടുണ്ട്. എഴുതിക്കോ. നമ്പർ 1, 5 കാര്യം പറയാൻ പോകുന്നത്. ഗോഡ് ഈസ് എ ഗോഡ് ഹു ആൻസേഴ്സ് ബിഫോർ വി ആസ്ക്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ 6 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് മുതൽ 5 ആക്കുക. കാരണം പലരും എന്നോട് പറഞ്ഞു, ഇത് ഈ പേജിൽ കൊള്ളുന്നില്ല ഇതെല്ലാം കൂടെ എഴുതാൻ. അങ്ങനെയാണെങ്കിൽ ഇത് കുറയ്ക്കാമെന്ന് വെച്ചിട്ടാണ് പോയിൻറ്റുകൾ കുറച്ച് പറയുന്നത്. സോ നമ്പർ 1, ഗോഡ് ഈസ് എ ഗോഡ് ഹു ആൻസേഴ്സ് ബിഫോർ വി ആസ്ക്. നമ്മൾ വായിച്ച വചനപ്രകാരം ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ പ്രാർത്ഥിച്ച് ആമേൻ പറയുന്നതിന് മുൻപ് ദൈവം ഉത്തരം തരും. ഗോഡ് ഈസ് എ ഗോഡ് ഹു ആൻസേഴ്സ് ബിഫോർ വി ആസ്ക്. ചോദിക്കുന്നതിന് മുമ്പ്, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഉത്തരം നൽകുന്നവനാണ് ദൈവം. എന്നിട്ടെന്താ ബ്രദറെ, ഇപ്പോൾ 10-25 വർഷമായിട്ടൊരു വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഇതുവരെ ഒന്നും വന്നില്ലല്ലോ, വിശദീകരണം തരാം. ഇത്തിരി സമയം എന്താ? ആ വചനം ഒന്നുകൂടി നോക്കിയേ. Isaiah 65 verse number 24. Before they call, I will answer. While they are still speaking, I will hear. അതിനൊരു ആധുനിക പരിഭാഷ വായിക്കാൻ പോവുക. അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരം നൽകും. അവർ ചോദിക്കുന്നതിന് മുമ്പ് ഉത്തരം നൽകും. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. നേരിട്ടൊന്നും എന്നോട് പറയണ്ട, തമ്മിൽ സംസാരിച്ചാൽ മതി, ഞാൻ കേൾക്കും. പറഞ്ഞോട്ടെ, റെഡി? ആൻസേർഡ് പ്രെയർ ബിഗിൻസ് ഇൻ ഗോഡ്സ് ഫോർ നോളജ്. ദൈവത്തിൻ്റെ ഒരു നോളജിൻ്റെ മുമ്പ് ഒരു FORE കൂടി ചേർത്താലേ ദൈവത്തിൻ്റെ നോളജ് ആവുള്ളൂ. നമുക്കൊക്കെ നോളജുണ്ട്, ദൈവത്തിന് ഫോർ നോളജുണ്ട്. ഫോർ നോളജ് എന്ന് പറഞ്ഞാൽ മുന്നറിവ്. അറിവുണ്ട്, മുന്നറിവുണ്ട്. ദൈവത്തിൻ്റെ പ്രത്യേകത, എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ്, ഒരാൾ ജനിക്കുന്നതിന് മുമ്പ്, ചരിത്രത്തിൽ എന്തെങ്കിലും ഉളവാകുന്നതിന് മുമ്പ് ദൈവം നേരത്തെ, എത്ര മിനിറ്റ് മുമ്പ് അറിയും? മിനിറ്റല്ല, യുഗങ്ങൾക്ക് മുമ്പേ അറിയാം. നോട്ട് ഇൻ ഹ്യൂമൻ വേർഡ്സ്. ആളുകൾ കൊണ്ട് പറയുമ്പോഴല്ല ഒരാളുടെ ആവശ്യം കർത്താവിന് മനസ്സിലാകുന്നത്. അത് പറയണം. അതിൻ്റെ പേരാണ് പ്രാർത്ഥന. അത് അതിൻ്റെതായ ഒരു ടെക്നിക്കാലിറ്റി ഉള്ളതുകൊണ്ടാണ് ദൈവം അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചിലർ പറയാം, ദൈവത്തിനെല്ലാം അറിയാൻ പിന്നെ ഇങ്ങനെ തന്നാൽ പോരെ, ഞാനെന്തിനാ പ്രാർത്ഥിക്കുന്നത്, അതിനുവേണ്ടി എന്തിനാ സമയങ്ങൾ, എന്തെല്ലാം വേറെ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു, ഇങ്ങ് തന്നാൽ പോരെ. അല്ല, ഇത് വെറുതെ ഒരു കൊടുക്കൽ വാങ്ങൽ, ഗിവ് ആൻഡ് ടേക്ക് പരിപാടി മാത്രമല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ എ ഫെലോഷിപ്പ്. ദൈവത്തിന് നമ്മളെ വേണം. എത്ര പേർ കർത്താവേ നിൻ്റെ സാന്നിധ്യം ഇറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് വേണം. അതിന് മുമ്പ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ സാന്നിധ്യം അവനും വേണം. അവൻ നമ്മുടെ സാന്നിധ്യത്തിനായി കൊതിക്കുന്നു. ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു മോർണിംഗ് ഗ്ലോറിയിൽ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഇനിയും എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ പറയാം. God is already working before the prayer is fully formed. നമ്മൾ പ്രാർത്ഥനാ വിഷയം ഉണ്ടാക്കി മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അന്യഭാഷയിലൊക്കെ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ദൈവം അതിൻ്റെ മറുപടിക്ക് വേണ്ടി നേരത്തെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്.
വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ യാഥാർത്ഥ്യം അതാണ്. ഒരു സരളമായ ഒരു ഡെയിലി ലൈഫിലെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പം മനസ്സിലാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരമ്മ രാവിലെ സാധാരണ രീതിയിലുള്ള കാര്യമാണ് പറയുന്നത്. അമ്മമ്മ രാവിലെ എഴുന്നേറ്റ് കുക്ക് ചെയ്യാൻ തുടങ്ങും. എല്ലാ വീട്ടിലുമല്ല, നല്ല വീടുകളിലൊക്കെ രാവിലെ എഴുതി എല്ലാവരെയൊക്കെ മുമ്പ് മിക്കവാറും അമ്മമാർ എഴുന്നേറ്റിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ചില വീടുകൾ 4 മണിക്ക്, ചില വീടുകൾ 3 മണിക്ക്, ചില വീടുകൾ 5 മണിക്ക്, ചില വീടുകൾ 6 മണിക്ക്, ചില വീടുകൾ 8 മണിക്ക്, 9 മണിക്ക് എനിക്കറിഞ്ഞൂടെ. പക്ഷേ നോർമലി അല്ലെങ്കിൽ പണ്ട് കാലത്ത് വിചാരിച്ചു അമ്മമാർ നേരത്തെ ഏറ്റവും ആദ്യം എഴുന്നേൽക്കുന്ന അമ്മയാണ്. അമ്മ എഴുന്നേറ്റ് അലാം വെച്ച് എഴുന്നേറ്റ് തുടങ്ങും, കിച്ചണിൽ പരിപാടി തുടങ്ങും. എന്തിനാ അമ്മ ഇപ്പോൾ എല്ലാവരെക്കാളും മുമ്പ് എഴുന്നേറ്റ് ഈ പരിപാടി തുടങ്ങുന്നേ? ഇപ്പം ആർക്കും വിശപ്പുമില്ല, ആരും എഴുന്നേറ്റിട്ടില്ല, ആർക്കും ബോധവുമില്ല, എല്ലാവരും പുതപ്പിൻ്റെ അടിയിൽ അട്ട പോലെ ചുരുണ്ട് കിടക്കുക. പക്ഷെ മമ്മി എന്തിനാ ഇത്രയും നേരത്തെ? മമ്മിക്കൊരു കാര്യം, ഒരു മുന്നറിവുണ്ട്. എന്താണത്? ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ ഇത്രയും വയറ് വിശന്ന് ഓരോന്നിങ്ങോട്ട് വരും. മമ്മി എന്തെങ്കിലും ആയോ? ചിലപ്പോൾ തിരുമിക്കൊണ്ടായിരിക്കും വരുന്നത്. ദോശ ആയോ? ഇടിയപ്പം ആയോ? എനിക്കിന്ന് റൊട്ടി മതി, എനിക്കിന്ന് ഉപ്പാവ് വേണ്ട, എനിക്കിന്ന് ഓംലറ്റ് മതി, ബുൾസായി മതി. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഇങ്ങോട്ട് എഴുന്നിട്ട് ഓരോന്ന് പട്ടാളം കൊണ്ട് വരും. ഇതറിയാവുന്ന മമ്മി നേരത്തെ എഴുന്നേറ്റ് കുക്കിംഗ് തുടങ്ങി. അതല്ലാതെ വിശപ്പിൻ്റെ വിളി വന്ന് വീട്ടിൽ വലിയ ബഹളം തുടങ്ങുമ്പോഴല്ല നല്ല അമ്മമാർ കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കടല തലേദിവസമേ വെള്ളത്തിലിട്ട് വെച്ചേക്കുക, ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചേക്കുക. അല്ല, എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഓർമ്മയെന്ന് പറയാം. നേരത്തെ തന്നെ അല്ല, ദോശയുടെ മാവ് തലേദിവസമേ റെഡിയാക്കി വെച്ചേക്കുക, ഇഡ്ഡലിയുടെ മാവ്, അപ്പത്തിൻ്റെ മാവ്, ഇതെല്ലാം നേരത്തെ തലേദിവസമൊക്കെ ചിലത് തുടങ്ങി. ഇതുപോലെയാണ് ദൈവം. ഒരു മമ്മിക്ക് വീട്ടിലുള്ള മക്കളുടെ, ഭർത്താവിൻ്റെ, മറ്റുള്ളവരുടെ ഒക്കെ വിശപ്പ് നാളെ വിശക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഇപ്പോഴേ തുടങ്ങുന്നത് പോലെ മമ്മി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നതിന് മുമ്പേ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ഇതാ കർത്താവ് പറയുന്നത്. നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിൻ്റെ ആവശ്യം എനിക്കറിയാം. കർത്താവിൻ്റെ കല്യാണം നടക്കാൻ നല്ലൊരു പെങ്കൊച്ചിന് തരണം, ആങ്കൊച്ചിന് തരണം, പെൺപിള്ളേർ പ്രാർത്ഥിക്കുന്നു, സ്വപ്നം കാണുന്നു, വരയ്ക്കുന്നു. ഈ കർത്താവ് ഷാറൂഖ് ഖാനെ പോലെയുള്ളത് തരണേ, മൊബൈലെടുത്ത് വെച്ചിട്ട് ഷാറൂഖ് ഖാനെ പോലുള്ളൊരു നല്ലൊരു യുവാവിന് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, നീ ജനിക്കുന്നതിന് മുമ്പ്, നിൻ്റെ മാതാപിതാക്കളുടെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, അവരുടെ ആലോചന വരുന്നതിന് മുമ്പ്, അതിന് നിൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, ആദം ഉണ്ടാകുന്നതിന് മുമ്പ്, ഇങ്ങനെ നീ ഒരു പെങ്കൊച്ചുണ്ടാകുന്നു അല്ലെങ്കിൽ ആങ്കൊച്ചുണ്ടാകുന്നു, നിനക്കൊരു ഭാര്യ വേണം അല്ലെങ്കിൽ ഭർത്താവിന് വേണമെന്ന് കർത്താവിനറിയാം. പിന്നെ എന്തിനാ പ്രോളം പിടിക്കുന്നത്? ഇതിൻ്റെ പേരാണ് ട്രസ്റ്റിങ് ഇൻ ദ ലോർഡ്, ബിലീവിങ് ഇൻ ദ ലോർഡ്. ഇതാണ് ഇന്നില്ലാത്തത്. അതുകൊണ്ടല്ല എല്ലാത്തിൻ്റെയും പുറകെ പോകുന്നത്. കാണുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും പുറകെ പോകാൻ കാരണം എൻ്റെ ദൈവത്തിന് എനിക്കൊരു ജീവിത പങ്കാളിയെ തരാനുള്ള കെൽപ്പില്ല. അതുകൊണ്ട് എനിക്കൊരു ദല്ലാളിനെ വേണം, അതുകൊണ്ട് എനിക്ക് അതിനെ വേണം, അതുകൊണ്ട് എനിക്ക് ഇതിനെ വേണം, പലതിൻ്റെ പുറകെ ഞാൻ പോകണം. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ വിശ്വാസം അനുസരിച്ചാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മാട്രിമോണിയിൽ പോയിട്ടില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എനിക്കൊരു പെങ്കൊച്ചിനെ നോക്കണം ഇന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എൻ്റെ വീട്ടിൽ ആദ്യം വരണം, ഞാൻ പെണ്ണ് കാണാൻ പോവില്ല. അതുപോലെ തന്നെ സംഭവിച്ചു. നിങ്ങൾ കൂട്ടി വായിക്കേണ്ട വേറൊന്നും, ചീത്തയായിട്ടൊന്നും ചിന്തിക്കേണ്ട. പക്ഷെ ദൈവത്തിൻ്റെ അത്ഭുതം കണ്ടവനാണ്. നമ്പർ 2 എഴുതുക. ആൻസേർഡ് പ്രെയർ ഫ്ലോസ് ഫ്രം റിലേഷൻഷിപ്പ്, നോട്ട് റിച്വൽ. ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകൾ ഒരു ബന്ധത്തിൽ നിന്നാണ് വരുന്നത്, ഒരു മതപരമായ ചടങ്ങുകളിൽ നിന്നല്ല. ഒത്തിരി പേർക്ക് പ്രാർത്ഥന മതപരമായ ഒരു ചടങ്ങാണ്. ഇന്ന് അവസാനിപ്പിക്കണം. ചുമ്മാ കർത്താവേ സ്വോത്രം സ്വോത്രം സ്വോത്രം, കർത്താവേ നന്ദി നന്ദി നന്ദി, കർത്താവേ നീ പരിശുദ്ധ, കർത്താവേ നീ വലിയ വലിയ വലിയ, കർത്താവേ നീ സ്നേഹമുള്ളവർ. ഇതെല്ലാം മതത്തിൻ്റെ പ്രാർത്ഥന. ആരുടെയും മാനറിസം കളിയാക്കുകയല്ല. വായിന്ന് പ്രാർത്ഥിക്കരുത്, ബന്ധത്തിൽ നിന്ന്, ഹാർട്ടിൽ നിന്ന് പ്രാർത്ഥിക്കണം. കറക്ഷൻസ് വേണമെങ്കിൽ ചെയ്യണം, അതിനുവേണ്ടി ഞാൻ പറഞ്ഞു. യോഹന്നാൻ 15:7 പറയുവാണ്, ഇഫ് യു റിമെയിൻ ഇൻ മീ ആൻഡ് മൈ വേർഡ്സ് റിമെയിൻ ഇൻ യു, ആസ്ക് വാട്ട് എവർ യു വിഷ് ആൻഡ് ഇറ്റ് വിൽ ബി ഡൺ ഫോർ യു. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ച, അതാണ് ബന്ധം. ഒരു ബാന്ധവം ആദ്യം ഉണ്ടാകണം, ഒരു റിലേഷൻഷിപ്പ് ആദ്യം ബിൽഡ് ചെയ്യണം. എന്നിട്ട് ആസ്ക് വാട്ട് എവർ യു വിഷ്, ആവശ്യമുള്ളതൊക്കെ ചോദിച്ചു. അങ്ങനെ ചോദിക്കുമ്പോൾ ആവശ്യമില്ലാത്തതൊന്നും പ്രാർത്ഥനയിൽ നമ്മൾ ചോദിക്കില്ലെന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് അതിന് മുമ്പൊരു കണ്ടീഷൻ പറഞ്ഞത്,
ഇഫ് യു റിമെയിൻ ഇൻ മീ, നിങ്ങൾ എന്നിലും, ആൻഡ് മൈ വേർഡ്സ് റിമെയിൻ ഇൻ യു, എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. ഭയങ്കര ബന്ധമാണത്, പിരിയ ബന്ധമാണ്. അങ്ങനെ വന്നാൽ ആവശ്യമില്ലാത്തൊരു കാര്യം ചോദിക്കില്ല. ആൻഡ് ഇറ്റ് വിൽ ബി ഡൺ ഫോർ യു. അത് കിട്ടിയിരിക്കും. ഒരപ്പനും മകനും തമ്മിൽ, ഒരമ്മയും മകളും തമ്മിൽ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല ഹൃദയത്തിലെ കണക്റ്റഡ് ആയിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ ആവശ്യമില്ലാത്തൊരു റിക്വസ്റ്റ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോവില്ല. അയാളെ നോവിക്കുന്നൊന്നും ഞാൻ ചോദിക്കില്ല, അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊന്നും ഞാൻ ചോദിക്കില്ല. കാരണം ബന്ധം നിലനിൽക്കണം. ചിലർക്ക് ദൈവത്തെ ചിലർ കാണുന്ന ഒരു ATM മെഷീനായിട്ട്, ഞാൻ ഉരയ്ക്കും അല്ലെങ്കിൽ പാസ്വേഡ് അടിക്കുമ്പോൾ കറൻസി പുറത്തോട്ട് ചാടണം. ദൈവത്തെ ATM മെഷീനായി കാണരുത്. ദൈവത്തെ പിതാവായി കാണണം, സ്നേഹമുള്ളൊരു പിതാവായി, നമ്മുടെ സോഴ്സായി ഒക്കെ കാണണം. ഒരപ്പനെ പോലെ കാണണം. ആബാ പിതാവെ എന്ന് വിളിക്കണം, മടിയിൽ കയറിയിരിക്കണം. എന്നിട്ട് കർത്താവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ആ സമയത്ത് നമ്മുടെ വായിൽ നിന്ന് വരില്ല. കാരണം അവൻ്റെ വചനം നമ്മൾ വസിക്കുക. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനങ്ങൾ നിങ്ങളിൽ വസിക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചോ, നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഗ്യാരണ്ടി. Prayer is powerful when it flows from abiding. കർത്താവിൽ വസിച്ചുകൊണ്ട്, നമ്മളിരിക്കുന്ന കർത്താവിൽ, എന്നിട്ട് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത വല്ലതും നമുക്ക് ചോദിക്കാൻ പറ്റുമോ? അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദാറ്റ് prayer becomes so powerful. Intimacy determines accuracy in prayer. പ്രാർത്ഥനയിലെ കൃത്യത നിർണയിക്കുന്നത് ദൈവത്തോടുള്ള അടുപ്പമാണ്. ദൈവത്തോടുള്ള ഉറ്റബന്ധമാണ് പ്രാർത്ഥനയിലെ കൃത്യത നിർണയിക്കുന്നത്. Psalm 37 verse number 4. Take delight in the Lord and he will give you the desires of your heart. യഹോവയിൽ തന്നെ രസിക്കുക, അങ്ങനെയാണ് ഒരു ട്രാൻസ്ലേഷൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവിൽ തന്നെ സന്തോഷിച്ചുകൊണ്ടിരിക്കുക. കർത്താവിൽ സന്തോഷം അവനൻ ബലം. അപ്പോൾ അവൻ നിൻ്റെ ഹൃദയത്തിൽ അഭിലാഷങ്ങൾ നിനക്ക് തരും. ആഗ്രഹം നടക്കുന്നുണ്ടെങ്കിൽ ആദ്യം കർത്താവിൽ സന്തോഷിക്കുക. ലോകത്തിലല്ല, ഇവിടെയുള്ള കാര്യപരിപാടികളിലല്ല, ലൗകിക സന്തോഷങ്ങളെക്കാൾ കർത്താവിലെ സന്തോഷം. റോമർ 14:17 അങ്ങനെയല്ല പറയുന്നത്. പരിശുദ്ധാത്മാവിലെ സന്തോഷമാണ് ദൈവരാജ്യം. ആസ് അവർ ഹാർട്ട് അലൈൻസ് വിത്ത് ഗോഡ്, അവർ പ്രേയേഴ്സ് അലൈൻസ് വിത്ത് ഹിസ് വിൽ. നമ്മുടെ ഹൃദയം ദൈവവുമായി ഇണങ്ങിച്ചേരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ അവൻ്റെ ഹിതവുമായി ഇണങ്ങിച്ചേരുന്നു. ദൈവമുള്ളതേ നമ്മുടെ വായിൽ നിന്ന് വരൂ. ഈ രണ്ട് ഉറ്റ സുഹൃത്തുക്കൾ, ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ സെൻറ്റൻസ് വിടാൻ അതിൻ്റെ ബാക്കി മറ്റേ ആൾ പറയും. റിലേഷൻഷിപ്പ് ക്രിയേറ്റ്സ് അണ്ടർസ്റ്റാൻഡിങ് വിത്തൗട്ട് എക്സ്പ്ലനേഷൻ. ബന്ധങ്ങളിൽ നല്ല ബന്ധമുണ്ടെങ്കിൽ അത് സൃഷ്ടിക്കുന്നത് തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ, അത് വിശദീകരണം ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ വിശദീകരണത്തിനപ്പുറത്ത് ഒരു വലിയ ഒരു അണ്ടർസ്റ്റാൻഡിങ് തമ്മിലുണ്ടാക്കുക. നമ്പർ 3 എഴുതുക. ഫെയ്ത്ത് പൊസിഷൻസ് പ്രേയർ ഫോർ ആൻസേഴ്സ്. വിശ്വാസമാണ് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന യഥാസ്ഥാനത്ത് കൊണ്ടുവരുന്നത്. എനിക്കെല്ലാം കൃത്യമായിട്ട് മലയാളത്തിൽ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റുന്നില്ല. മാർക്ക് 11:24 അവിടെ പറയുന്നത്, "Therefore I tell you, whatever you ask for in prayer, believe that you have received it and it will be yours." ഇവിടെയാണ് വിശ്വാസത്തിൻ്റെ രംഗപ്രവേശം, പ്രാർത്ഥനയിലെ വിശ്വാസം. എന്താണത്? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥനയിൽ ചോദിക്കുന്നതെല്ലാം ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, അപ്പോൾ അത് നിങ്ങൾക്കുണ്ടാവും. ചോദിച്ചതെല്ലാം കിട്ടിയെന്നങ്ങ് വിശ്വസിച്ചേക്ക്, എന്നിട്ടങ്ങ് മുന്നോട്ട് പോകും, അപ്പോൾ അത് കിട്ടും. എബ്രായലേഖനം 11:6 എല്ലാവർക്കും അറിയില്ല, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർ, ശരിക്കും പറഞ്ഞാൽ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർക്കൊന്ന് പ്രതിഫലം കൊടുക്കുന്നെന്ന് വിശ്വസിക്കേണ്ടതല്ലയോ? അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഒരു കൃഷിക്കാരൻ വിത്ത് വിതയ്ക്കുന്നത് എന്തിനു വേണ്ടി? ഹോബിയാ, ചുമ്മാ അങ്ങ് വിതച്ചെന്തേ ഉള്ളൂ, എന്നിട്ട് പോയി കിടന്നുറങ്ങി, പിന്നെ വിദേശത്ത് പോയി അങ്ങനെ അങ്ങോട്ട് പോയി. അങ്ങനെയാണോ? നോ, ഹീസ് എക്സ്പെക്ടിങ് എ ഹാർവെസ്റ്റ്. വിത്ത് വിതച്ച അന്ന് മുതൽ ഒരൊറ്റ ഫോക്കൽ പോയിൻ്റേ ഉള്ളൂ, ഹാർവെസ്റ്റ്, ഹാർവെസ്റ്റ്, ഹാർവെസ്റ്റ്. വിത്ത് വിതച്ചാൽ കൃഷിക്കാരന് പിന്നെ എന്താ? കൊയ്ത്ത്. പ്രെയർ വിതൗട്ട് ഫെയ്ത്ത് ഈസ് ലൈക്ക് സോയിങ് വിതൗട്ട് എക്സ്പെക്റ്റേഷൻ.
വിശ്വാസമില്ലാത്ത പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രതീക്ഷയില്ലാതെ വിത്ത് വിതയ്ക്കുന്നതിന് തുല്യമാണ്. എനിക്ക് തിരിച്ചൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ചുമ്മാ അങ്ങ് വിതറിയെന്നുള്ള വിത്തുകൾ ചുമ്മാ. ഒത്തിരി പേര് ചുമ്മാ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കണ്ടേ? നമ്മളൊക്കെ വിശ്വാസികളല്ലേ, ക്രൈസ്തവരല്ലേ, രാവിലെ പ്രാർത്ഥിക്കണ്ടേ? പ്രഭാത പ്രാർത്ഥന വേണ്ടേ? അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ സായാഹ്ന അന്തിപ്രാർത്ഥന വേണ്ടേ? അതുകൊണ്ട് കുടുംബ പ്രാർത്ഥന വേണ്ടേ? അതുകൊണ്ട് പ്രാർത്ഥിച്ചു. സഭാപ്രാർത്ഥന വേണ്ടേ? പ്രാർത്ഥിക്കും. ഉപവാസ പ്രാർത്ഥന വേണ്ടേ? അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചുമ്മാ ഈ വർഷം ചുമ്മാ പ്രാർത്ഥന ഒന്ന് അവസാനിപ്പിച്ചാൽ നമ്മളൊക്കെ നന്നാകാൻ സാധ്യതയുണ്ട്. എന്തിനാ രാവിലെ പറഞ്ഞു? 3 മിനിറ്റ് ഞാൻ പ്രാർത്ഥിച്ചു. എത്ര 10 മിനിറ്റ് പ്രാർത്ഥിച്ചു. എത്ര നേരം പ്രാർത്ഥിച്ചു? 1 മണിക്കൂർ പ്രാർത്ഥിച്ചു. എന്തിനാ പ്രാർത്ഥിച്ചു? പ്രാർത്ഥിക്കണ്ടേ? പിന്നെ ദൈവമക്കളായ പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിച്ചു? അത് ചോദിക്കരുത്. ആ സമയത്ത് വായിലൊന്നൊക്കെ ഞാൻ പറഞ്ഞു. സങ്കീർത്തനം വായിച്ചു, പിന്നെ 2 അധ്യായം വായിച്ചു, അതൊക്കെ വായിച്ചു, പ്രാർത്ഥിച്ചു. എല്ലാവരും പറഞ്ഞ് ചുമ്മാ പ്രാർത്ഥന അവസാനിപ്പിക്കണം. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തു, ചുമ്മാ പ്രാർത്ഥന അവസാനിപ്പിക്കണം, ചുമ്മാ പ്രാർത്ഥന അവസാനിപ്പിക്കണം. പ്രാർത്ഥിച്ചു, ചുമ്മാ പ്രാർത്ഥിച്ചു. ഈ വർഷം അത് വേണ്ട. പറഞ്ഞേ, ഈ വർഷം അത് വേണ്ട. പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവത്തിൽ വസിച്ച വചനത്തിൽ നിറഞ്ഞ ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുന്നത് ശരിക്കും വി ഹാവ് ടു മീൻ ഇറ്റ്. നമ്മൾ ചുമ്മാ പ്രാർത്ഥിക്കുമല്ല, കാര്യമായിട്ടാ. നമ്പർ 4, ഡിലേയ്സ് ഡു നോട്ട് മീൻ ഡിനയൽസ്. എപ്പോഴും പറയുന്നൊരു പല്ലവിയാണ്. വൈകി എന്നതിൻ്റെ അർത്ഥം ലഭിക്കില്ല എന്നല്ല, നിരസിക്കപ്പെട്ടു എന്നല്ല. ചില കാര്യങ്ങൾ വൈകാറില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെല്ലാം വൈകലാണ്. വൈകിയാണ് പലതും നടന്നത്. അതിൻ്റെ അർത്ഥം കിട്ടില്ലെന്നല്ല, ഇത്തിരി കൂടിയത് കിട്ടുമെന്ന്, ഇത്തിരി നല്ലത് കിട്ടുമെന്നാണ് എൻ്റെ അർത്ഥം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ചിലപ്പോൾ മറന്നു കാണും, ഞാൻ മറന്നിട്ടില്ല. നിങ്ങൾക്കൊരു കുടില് മതിയെന്നിരിക്കട്ടെ, ഇന്ന് കിട്ടും. ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. ചില മണിക്കൂറുകളുണ്ടെങ്കിൽ ഒരു കുടിലുണ്ടാക്കും. മണിക്കൂറുകൾ മതി, ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ, അതുകൊണ്ടാണ് പറഞ്ഞു. ഞങ്ങൾ ചെറുപ്പത്തിലെ ഈ കൊച്ചു വീടും കൊച്ച് അടുപ്പും കൊച്ചു ബെഡ്റൂമും കൊച്ചു സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കളിക്കുന്ന ഒരു പരിപാടി കുട്ടികളുടെ ഇടയിൽ ഇന്നുണ്ടോയെന്ന് അറിയില്ല, പഴയകാലത്തുണ്ട്. പഴയകാലത്ത് ഈ മണ്ണും ചെളിയും ഇഷ്ടികയും ചെടികളും ഓലയും അങ്ങനെയുള്ളൊരു ജീവിതം തന്നെ ഈ നമ്മൾ പ്രകൃതി മനുഷ്യരായിരുന്നു. ഇപ്പോൾ ഫ്ലാറ്റുകളിലും കോൺക്രീറ്റ് ബിൽഡുകളിലും ആയതുകൊണ്ട് ഒരിക്കലും മണ്ണ് തൊടുന്നില്ല, ഒരിക്കലും ഒന്നുമായിട്ട് ഒരു ബന്ധവുമില്ല, പ്രകൃതിയായിട്ട് ബന്ധമില്ലാതെയാണ് ഇന്നും മനുഷ്യൻ ജീവിക്കുന്നത്. ഞാൻ പറയുന്നത് ചിലർക്കൊക്കെ മനസ്സിലാവും, ആ തലമുറയിൽപ്പെട്ടവർ. അങ്ങനെ ജീവിച്ചവനാണ് ഞാൻ. അപ്പോൾ ഈ ചെറിയ ചെറിയ കുടിലുകളൊക്കെ ഉണ്ടാക്കും. ഒരു കുടിലുണ്ടാക്കാൻ ഒരു ദിവസം, പക്ഷെ ഒരു കൊട്ടാരം വേണമെങ്കിൽ വർഷങ്ങളെടുക്കും. ശരിയാണോ? ചില രാജാക്കന്മാരൊക്കെ കൊട്ടാരം പണിത് 20 കൊല്ലം കൊണ്ട്, 30 കൊല്ലം കൊണ്ട്, 40 കൊല്ലം കൊണ്ടൊക്കെ ഭയങ്കര പരിപാടിയാണ്. അപ്പോൾ ചിലർക്ക് ചിലത് വൈകുന്നത്, കുടിൽ മതിയെങ്കിൽ ഇപ്പോൾ കിട്ടും, കൊട്ടാരം വേണമെങ്കിൽ വെയിറ്റ് ചെയ്യണം. നല്ലതെന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ പ്രതീക്ഷിക്കണമെങ്കിൽ അതിനൊരു മെച്യൂറിങ് ടൈമുണ്ട്, അതിൻ്റെ കൺസ്ട്രക്ഷൻ ടൈമുണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ്. ഡാനിയേൽ 10:12 ഒന്ന് വായിച്ച് നോക്കുക. ഡാനിയേൽ 10:12. Then he continued, do not be afraid, Daniel. Since the first day that you set your mind to gain understanding and to humble yourself before your God, your words were heard, and I have come in response to them. അപ്പോൾ ആധുനിക പരിഭാഷയിൽ അത് വായിക്കുക. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ദാനിയേലേ, ഭയപ്പെടരുത്. നീ ദൈവസന്നിധിയിൽ നിന്നെ തന്നെ താഴ്ത്തി ചില ജ്ഞാനമൊക്കെ പ്രാപിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആദ്യ ദിവസം തന്നെ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. ഞാനിപ്പോഴാണ് വന്നിരിക്കുന്നത്. പക്ഷേ വന്നത് എപ്പോഴാണെന്നറിയോ? 21 ദിവസം കഴിഞ്ഞിട്ടാണ്. ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ 1-ാം ദിവസം തന്നെ പ്രാർത്ഥന അവിടെ എത്തി, മറുപടിയും പുറപ്പെട്ടു. പക്ഷേ കയ്യിൽ മറുപടി വരുന്നത് എന്താണ് പറയുന്നത്? കയ്യിൽ മറുപടി വരുന്നത് 3 ആഴ്ച കഴിഞ്ഞിട്ടാണ്. ഇതങ്ങനെയാണ്. ഞാൻ ചില സമയത്ത് ഒരു സ്പീഡ് പോസ്റ്റിൽ അയച്ച പോലെ ഇരിക്കും. ഞങ്ങൾക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ്. എമിക്കൊക്കെ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ ഇവിടെ നിന്ന് അയച്ചു. സാധാരണ ഓർഡിനറിയിൽ അയച്ചപ്പോഴേക്കും പെട്ടെന്ന് അവിടെ കിട്ടി. സ്പീഡ് പോസ്റ്റിൽ അയച്ചപ്പോഴേക്കും ഇനിയൊന്നും ഇപ്പോഴും കിട്ടിയിട്ടില്ല അവിടെ. കാരണം അത് അവിടെ ഇവിടെയൊക്കെ പോയി റിപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ ട്രാക്കൊക്കെ കഴിഞ്ഞാൽ പോകുന്നത്. സ്പീഡ് പോസ്റ്റിൽ അയച്ചാൽ ഇവിടുത്തെ കാര്യം പറയാം, നമ്മുടെ നാട്ടിൽ വൈകി കിട്ടുള്ളൂ. ഓർഡിനറിയിൽ പെട്ടെന്ന് കിട്ടി. 9-ാം അധ്യായം ഡാനിയേൽ 9 വായിച്ച് നോക്കണം. പ്രാർത്ഥിച്ച് 2-3 മിനിറ്റ് കൊണ്ട് മറുപടി വന്നു. 10-ാം അധ്യായത്തിൽ ഒരു കാര്യം പ്രാർത്ഥിച്ചു, 21 ദിവസം കഴിഞ്ഞിട്ട് മറുപടി കിട്ടിയത്. ഒരു മച്യൂറിങ് ടൈമുണ്ട്. ചിലത് ഫാസ്റ്റാണ്, പെട്ടെന്ന് മറുപടി. ചിലതിന് ആ കിട്ടിയ മറുപടി തന്നെയായിരുന്നു.
കാരണം ഭാവിയിലേക്ക് വരാനിരിക്കുന്ന, അതായത് ഇനി ഈ നമ്മുടെയും തലമുറ കഴിഞ്ഞ് ഒരുപക്ഷെ ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന ചരിത്രത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളുമായിട്ടാണ് വന്നത്. അതിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, നല്ല സമയമെടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നത്. ഹെവൻ ഹിയേഴ്സ് ഇമ്മീഡിയറ്റ്ലി ഈവൻ വെൻ ആൻസേഴ്സ് അറൈവ് ലേറ്റർ. ഉത്തരം കിട്ടുന്നത് കുറച്ച് നീണ്ടുപോകുമെങ്കിലും പ്രാർത്ഥന ഉടൻ കർത്താവ് കേട്ടിരിക്കും. കുറച്ചുകൂടി ആദ്യം പറഞ്ഞതുകൂടി ചേർത്ത് വായിക്കുവാണെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ഉത്തരം വന്നിരിക്കുന്നു, കർത്താവ് കേട്ടിരിക്കുന്നു. പക്ഷെ മറുപടി വരുന്നത് അതിൻ്റെ 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 കാലസമ്പൂർണതയിലാണ്, എൻ്റെ കൈറോസ് ടൈമിലാണ്, എൻ്റെ സമയമെത്തുമ്പോഴാണ്. എൻ്റെ പലതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്കില്ല, അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാനും പോകുന്നില്ല. Luke 18 and verse number 7. And will not God bring about justice for his chosen ones who cry out to him day and night? Will he keep putting them off? ഇതൊരു വിധവ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. ദൈവം തൻ്റെ വൃതന്മാർക്ക്, അവർ രാപകൽ തന്നോട് നിലവിളിക്കുന്നവർക്ക് ന്യായം നടത്താതിരിക്കുമോ? തീർച്ചയായിട്ടും നടത്തും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനൊന്ന് ഇംഗ്ലീഷീകരിച്ച് പറയാം. എ പാർസൽ മേ ബി ഡെസ്പാച്ച്ഡ് ഓൺ ദ ഫസ്റ്റ് ഡേ. നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്ന ദിവസം തന്നെ പാർസൽ പോവും, പോസ്റ്റ് ഓഫീസിലോ കൊറിയർ സർവീസിലൊക്കെ. ബട്ട് ഡെലിവറി ടേക്സ് ടൈം. ചില സമയത്ത് ഡെലിവറി ഇത്തിരി ടൈം എടുക്കും. ഡിലേ ഈസ് ഓഫ്റ്റൻ ലോജിസ്റ്റിക്കൽ, നോട്ട് റിലേഷണൽ. അവിടെ ബന്ധമല്ല വിഷയം, ചില ലോജിസ്റ്റിക്കൽ പ്രോബ്ലംസ് കാണും. വിദേശ രാജ്യത്ത് നിന്നൊരു പാർസൽ അയച്ചു കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ എന്തിനെ പറയുന്നത് ഡ്യൂട്ടി അടിച്ച് അവിടെ കിടക്കും. പിന്നെ അവിടെ പോയി അത് റിലീസ് ചെയ്ത് ഡ്യൂട്ടിയൊക്കെ അടച്ച് അവിടെ നിന്ന് റിലീസാണ്. ഇതുപോലെ ലോജിസ്റ്റിക്കൽ ചില പ്രശ്നങ്ങൾക്ക് നടന്നിരിക്കും. പക്ഷേ ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത്, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ദൈവം കേട്ടു, പ്രാർത്ഥിച്ചപ്പോൾ തന്നെ മറുപടി പുറപ്പെട്ടു. കയ്യിലെത്താൻ, ഡെലിവറി നടക്കാൻ, കയ്യിലോട്ട് കിട്ടാൻ ചിലപ്പോൾ ഒരു ഗ്യാപ്പ് കാണും. അവിടെയാണ് പിടിച്ചു നിൽക്കേണ്ടത്. അതിൻ്റെ പേര് പറയട്ടെ, വിശ്വാസം. Number 5, last one. Answered prayer glorifies God and strengthens faith. പ്രാർത്ഥനയുടെ മറുപടി കിട്ടുമ്പോൾ ദൈവത്തിന് മഹത്വമാണ്, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. John 14 and verse number 13. I will do whatever you ask in my name. എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും തന്നേക്കാം. So that my Father may be glorified in the Son. പുത്രനിൽ പിതാവ് മഹത്വപ്പെടേണ്ടതിന്. 1 John chapter 5 verse number 14 and 15. This is the confidence we have in approaching God. ദൈവത്തെ സമീപിക്കുമ്പോൾ നമുക്കുള്ള ബോധ്യം ഇതാണ്, that if we ask anything according to his will, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ, he hears us, അവൻ നമ്മെ കേൾക്കുന്നു. And if we know that he hears us, whatever we ask, we know that we have what we asked for him. അങ്ങനെ അവൻ കേൾക്കുന്നു എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കുന്നു? വി ഹാവ് വാട്ട് വി ആസ്ക്ഡ് ഓഫ് ഹിം. നാം ചോദിച്ച് നമ്മുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും. ഇത് നമ്മൾ മനസ്സിലാക്കുക. ആൻസർഡ് പ്രേയേഴ്സ് ബിൽഡ് ടെസ്റ്റിമോണി. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിക്കുമ്പോൾ അതൊരു സാക്ഷ്യമായി മാറും. നമ്മുടെ അകത്ത് വലിയ ഫെയ്ത്തും കോൺഫിഡൻസും വർദ്ധിക്കുന്നു. മാത്രമല്ല, അൾട്ടിമേറ്റ്ലി ഇറ്റ് ബിക്കംസ് വർഷിപ്പ്. നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങും. എവ്രി ആൻസേർഡ് പ്രേയർ ബിക്കംസ് എ മെമ്മോറിയൽ സ്റ്റോൺ. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചാൽ അതിനെ മെമ്മോറിയൽ സ്റ്റോൺ, ഒരു സ്മാരകമായി അത് മാറുകയാണ്. ഇറ്റ് ബിക്കംസ് എ സുവനിയർ, ഇറ്റ് ബിക്കംസ് എ മെമ്മോറിയൽ സ്റ്റോൺ, റിമൈൻഡിങ് us that God who answered once will answer again. ഒരിക്കൽ ഉത്തരം നൽകിയ ദൈവം ഈ പ്രശ്നത്തിലും എനിക്കുത്തരം നൽകും എന്നതിൻ്റെ ജ്ഞാപകവും സാക്ഷ്യവുമായി അത് മാറുകയാണ്. എൻ്റെ കണ്ണിലേക്ക് നോക്ക്. 2026 ഒത്തിരി വിഷയങ്ങൾ പെൻഡിങ്ങിൽ കിടക്കുന്നത് പാർസൽ സർവീസിൽ നിന്ന് വരും. ഒരു പാർസൽ വന്നിട്ടുണ്ട്, OTP തരാമോ? വലിയൊരു പാർസൽസ് വന്ന് കിടക്കുകയാണ്, നിങ്ങൾ വന്നത് സ്വീകരിക്കാമോ? നിങ്ങളുടെ വീട്ടിൽ കോളിംഗ് ബെൽ അടിക്കും. പലതിൻ്റെ മറുപടി ഈ വർഷം കിട്ടും. കൈനീട്ട കർത്താവെ, ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഓൾറെഡി പ്രാർത്ഥന കേട്ട് സംസാരിച്ചതെല്ലാം കേട്ടു, മറുപടി പുറപ്പെട്ടു. സമയത്ത് എത്തുന്നത് വരെ വിശ്വാസത്തിൽ നിൽക്കാൻ എല്ലാവരെയും സഹായിക്കണേ. രോഗികളെ
കർത്താവ് സൗഖ്യമാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ. ഈ ഹീല് ഉപ്പുറ്റിയുടെ ഭാഗത്ത് പ്രയാസം അനുഭവിക്കുന്ന ആരെയോ, ഒരുപക്ഷെ അവിടെ നീരായിരിക്കും, കാല് ചവിട്ടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഉപ്പുറ്റിയുടെ അവിടെ എന്തെങ്കിലും അസ്ഥി വളർന്ന പ്രശ്നമാകാം. വടവറഡീസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വരാം. കാൽമുട്ടിലും അതുപോലെ തന്നെ സൗഖ്യം നടക്കട്ടെ. ഒരുപക്ഷെ നീ റീപ്ലേസ്മെൻറ്റ് സർജറി ആയിരിക്കും പറയുന്നത്. കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ അവിടെ ഒരു ഇലക്ട്രിക് പവർ ഇറങ്ങട്ടെ, സൗഖ്യമാകട്ടെ. കിടപ്പ് രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് പോട്ടെ. എല്ലാ മാസവും ചില മെഡിക്കേഷനിലൂടെ പോകുന്നവർ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. കിഡ്നി ഫെയിലിയർ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം ഉണ്ടാകട്ടെ. അതുപോലെ ഈ കിഡ്നി സ്റ്റോണുകൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്തേക്ക് പോട്ടെ. ഗോൾ ബ്ലാഡർ സ്റ്റോണുകൾ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ബ്ലസ് ചെയ്തിരിക്കുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എൻ്റെ ലിങ്കുകൾ ഒത്തിരി പേർക്കൊന്ന് അയച്ചു കൊടുക്കണേ. നല്ല വചനമാണ്, എൻ്റെ വചനമല്ലല്ലോ, ദൈവത്തിൻ്റെ വചനം നല്ലതാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് അയക്കാം. ഡാനിമൻ ബ്രദറിൻ്റെ വചനമായിട്ട് അയക്കണ്ട, ദൈവവചനമായിട്ട് അയക്കുക. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. ബൈ.